നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ കണ്ട ചരിത്ര നിമിഷത്തിന് 100 വയസ്സ് തികയുന്നതിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ടി കെ പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ, ഫർണിച്ചർ എന്നിവ വിതരണം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഊരകം ALP സ്കൂളിൽ പഠനോത്സവം 2025 സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ കണ്ട ചരിത്ര നിമിഷത്തിന് 100 വയസ്സ് തികയുന്നതിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ടി കെ പൊറിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുവിനെ വർക്കലയിൽ ശിവഗിരി മഠത്തിൽ കണ്ടതിൻ്റെ 100ാമത്തെ വാർഷികമാണ് ഇന്ന്. ആ ദിവസം നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ ഭാരതത്തിൽ വളരെയേറെ പ്രാധാന്യം ഇന്നും അതിനുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 22 വർഷം മുമ്പ് ആണ് മഹാത്മാഗാന്ധി കേരളത്തിലെത്തി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ച് കാണുന്നത്. രാജ്യത്തെ ഐത്തോച്ചാടനത്തിന് വേണ്ടി ഇവിടുത്തെ സാമുദായികമായ ഒരു വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് ഇവിടുത്തെ പിന്നോക്കക്കാരനെ ഒപ്പം നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം അന്ന് ശ്രീനാരായണ ഗുരു കൊടുക്കുന്ന സാഹചര്യത്തിൽ കോടന്നൂർ ഇന്ദിരാഭവനിൽ ചേർന്ന സാംസ്കാരിക സദസ്സിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വെറും 3 ഘട്ടങ്ങളിലായി മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെയും അയ്യങ്കാളിയൊക്കെ വന്ന ചർച്ച ലോക ജനതയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും പാവപ്പെട്ട ജനതയ്ക്കും എത്രമാത്രം മാറ്റങ്ങൾ, സാമൂഹിക സാംസ്കാരിക വിപ്ലവാത്മകമായ പോരാട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ഉദിച്ചു വരുന്ന സൂര്യനിലേക്കാണ് ആ ചർച്ച വഴിമുട്ടിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള മാറ്റങ്ങളുടെ ചർച്ച, വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയുള്ള ചർച്ച, അതേമാതിരി ഉച്ചനീചത്വങ്ങൾക്കെതിരായുള്ള ചർച്ച, ആരോഗ്യപരമായ രംഗത്തുള്ള ചർച്ച, അതിലുപരിയായി സൂര്യൻ അസ്തമിക്കാത്ത ഈ നമ്മുടെ ഇന്ത്യ സാമ്രാജ്യത്തിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കവും നാട്ടുരാജാക്കന്മാരുടെ ഫാസിസ്റ്റ് സാഡിസ്റ്റുകളായ ഭരണത്തിനെതിരായിട്ടുള്ള ചർച്ചയായിരുന്നു ആ വഴികാട്ടിയ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മജിയുടെയും കണ്ടെത്തൽ കുറിച്ച് ചർച്ചകൾ. SNDP നേതാവ് ഗംഗാധരൻ കാട്ടുങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K നന്ദകുമാർ, സെക്രട്ടറിമാരായ ടോമി പെല്ലിശ്ശേരി, AD ജോണി, ജോജോ ചിറമ്മേൽ, കർഷക കോൺഗ്രസ് നേതാവ് ജ്യോതി ബസു, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ, മണ്ഡലം നേതാക്കളായ CO ജോൺസൺ, AA റപ്പായി, മാലതി പരമേശ്വരൻ, ജേക്കബ് പെല്ലിശ്ശേരി, സൗമ്യ സന്തോഷ്, ഡേവിസ് കണ്ണനായ്ക്കൽ, ജോസ് ചാടൂർ, കുമാരൻ പറവത്ത്, TV ജോൺസൺ, വർഗീസ് ആലപ്പാട്, ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ, ഫർണിച്ചർ എന്നിവ വിതരണം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു.
പക്ഷെ അവർ അങ്കണവാടി തലത്തിൽ ശ്രദ്ധിച്ചറിയാം 90% പേരും എത്തുന്നത് നമ്മുടെ അങ്കണവാടികളിലേക്കാണ്. അങ്ങനെ ഒരു ക്രഷിൽ കൊണ്ടാക്കുന്ന ശീലം, പ്രീ സ്കൂളിൽ കൊണ്ടാക്കുന്ന ശീലം നമ്മുടെ പഞ്ചായത്തിലൊന്നും അധികമില്ല, പൊതുവിലില്ല. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളുടെ അങ്കണവാടികളിലെ സൗകര്യങ്ങൾ, നമ്മുടെ അങ്കണവാടികളിലെ പ്രവർത്തിക്കുന്ന ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ആത്മാർത്ഥത, അവരുടെ കെയറിങ്, കുട്ടികൾക്ക് കിട്ടുന്ന പോഷകാഹാരം, ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അങ്കണവാടികളിലേക്ക് ഈ പറഞ്ഞ വലിയ വലിയ വിദ്യാലയങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കൊച്ചു കുട്ടികൾ പക്ഷേ അങ്കണവാടികളെയാണ്, നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരെ അങ്കണവാടികളെ ആശ്രയിക്കുന്നത്. പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സുരക്ഷിതമായ ഭക്ഷണം തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി സ്റ്റീൽ പാത്രങ്ങൾ നൽകുകയും കുട്ടികൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനായി ആകർഷകമായ ഫർണിച്ചർ നൽകുകയും ചെയ്തു. 3,11,472 രൂപ അംഗനവാടികൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ നൽകൽ എന്ന പദ്ധതിക്കും 28,90,000 രൂപ അംഗനവാടികൾക്ക് ഫർണിച്ചർ എന്ന പദ്ധതിക്കും വകയിരുത്തിയിട്ടുണ്ട്. വാർഡ് മെമ്പർമാരായ രാജു, ശ്രീജിത്ത്, ഇന്ദിര, ICDS സൂപ്പർവൈസർ PA ഷമീന, അംഗനവാടി വർക്കർ ലീഡർ സജിനി എന്നിവർ സംസാരിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവേ നടത്തിയിരുന്നു. നമ്മുടെ അഭ്യസ്തരായിട്ടുള്ള കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറേ കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലി ഏത് റൂമിലേക്കാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും കൂടി എവിടെയാണ് തൊഴിൽ സാധ്യത കൂടുതലുള്ളത് ആ ആളുകളെ അതിന് നമ്മൾ ഇതിൽ രജിസ്റ്ററിട്ടുണ്ടെങ്കിൽ ആ ഒഴിവുകളനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള കുട്ടികളെയും ഒരു ജോലിയും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിക്കുന്നത്. പദ്ധതി കൃത്യമായി ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളെ വിശദീകരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയ തൊഴിലായ പരിപാടിയാണ് വിജ്ഞാന കേരളം. ഞങ്ങളിപ്പോൾ ഇറങ്ങാറായി, ഞങ്ങളുടെ ഭരണസമിതി ഇറങ്ങാറായി. അതിന് മുമ്പ് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ സാധ്യമാക്കുന്ന രീതിയിലാണ് ഈ പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നൽകുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. മാഷുകളെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ നമ്മുടെ അവർക്ക് അതിനനുസരിച്ച് ഇനി അവരെയൊക്കെ ക്ഷണിക്കും. ചില കമ്പനികളുമായി സർക്കാർ ചില കോൺട്രാക്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ക്ഷണിച്ച് അവർക്ക് ഏത് മേഖലയിലാണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടായിരിക്കും അവരെ നമ്മൾക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. കില കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം ചെയ്തു. പഞ്ചായത്തിൽ തന്നെ ലഭ്യമാകുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് സമാനമായ തൊഴിൽ കേന്ദ്രമായാണ് പഞ്ചായത്ത് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുക. വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ, കില തീമാറ്റിക് എക്സ്പെർട്ട് KS നീതു, പഞ്ചായത്ത് മെമ്പർമാരായ സ്മിനു മുകേഷ്, സിബി സുരേഷ്, ജൂബി മാത്യു, PK ലിജീവ്, KK മണി, പഞ്ചായത്ത് RP VV സാജൻ എന്നിവർ സംസാരിച്ചു. ഊരകം ALP സ്കൂളിൽ പഠനോത്സവം 2025 സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ K കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ വിജ്ഞാനോത്സവത്തിനും സംയുക്ത ഡയറിക്കും പഠന മികവിനുമുള്ള അവാർഡ് ദാനവും നടന്നു. PTA പ്രസിഡന്റ് രാഗേഷ് ഉണ്ണിയാമ്പുറം, അധ്യാപിക ഗിൽസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. BJP പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാസലഹരിക്കെതിരെ സമൂഹം ശക്തമായി ശബ്ദമുയർത്തി പ്രതികരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കോടന്നൂർ സെന്ററിൽ ദീപജ്വാല സംഘടിപ്പിച്ചു. മുരളി മാസ്റ്റർ, സന്തോഷ് അറക്കൽ, പ്രദീപ് പാണംപറമ്പിൽ, അനീഷ് ബാബു, നിതീഷ് കണിയത്ത്, അജിത്, സുമ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹക്കൂട് പകൽ വീട്ടിലെ വയോജനങ്ങൾക്കായി 3 ദിവസത്തെ കുട നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. കില സെന്റർ ഫോർ ഗുഡ് ഗവേണൻസ് മണ്ണുത്തിയുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സ്ഥാപനം ഡയറക്ടർ അയന പദ്ധതി വിശദീകരിച്ചു. കോഴ്സ് കോർഡിനേറ്റർ മനോജ്, റഷീദ്, സിജോ, ബ്ലോക്ക് മെമ്പർമാരായ NT സജീവൻ, സുനിൽകുമാർ, സെക്രട്ടറി അനീഷ് എന്നിവർ സംസാരിച്ചു. താനം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സീറോ വേസ്റ്റ് ക്യാമ്പയിൻ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിനിന്റെ ഭാഗമായി തൃപ്രയാർ പാലം മുതൽ കരുവാങ്കുളം വരെ മെയിൻ റോഡ് പരിസരം വൃത്തിയാക്കി. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈനി ബാലകൃഷ്ണൻ, ഷീജ സദാനന്ദൻ, സിജോ പുലിക്കോട്ടിൽ, മെമ്പർമാരായ ആൻഡോ തൊറയൻ, ജോയ് CL, പ്രജീഷ, VK ഗുണസിംഗ്, സദാശിവൻ, രതി അനിൽകുമാർ, മിനി ജോസ്, സതി ജയചന്ദ്രൻ, ജിഷ്ണു പ്രേമൻ, മീന സുനിൽ, സനിത, സജൻ, രഹന പ്രജു, സെക്രട്ടറി സുനിത KV എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരി വ്യവസായികൾ, ഓട്ടോ യൂണിയൻ സംഘടന, സന്നദ്ധ സംഘടനകൾ എന്നിവരും ഈ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. റംസാൻ മാസത്തിലും പാടൂർ കൃഷി കൂട്ടായ്മയുടെ തോട്ടത്തിൽ വിളഞ്ഞ കിരൺ മത്തന്റെ വിളവെടുപ്പ് നടത്തി. തരിശായി കിടക്കുന്ന തെങ്ങിൻ പറമ്പിലും നല്ല വിളവ് ലഭിക്കുവാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കൂട്ടായ്മ. ഷംസുദ്ദീൻ മരക്കാറിന്റെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ വരുന്ന സ്ഥലത്താണ് പാടൂർ കൃഷിക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 100 മേനി വിളഞ്ഞത്. അതികഠിനമായ ചൂടിലും റംസാൻ മാസത്തിലെ പ്രധാന പഴങ്ങളിലൊന്നായ കിരൺ മത്തൻ 40 ദിവസം മുതൽ 60 ദിവസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയെത്തി. കിരൺ മത്തന് പുറമെ പച്ചക്കറികളായ തക്കാളി, മത്തൻ, വെണ്ട, പപ്പായ, പച്ചമുളക്, വെള്ളരി, പയർ തുടങ്ങി വിവിധ തരത്തിലുള്ള ചീരകൾ ഉൾപ്പെടെ നിരവധി കൃഷികളാണ് ഇവിടെ ഒരുങ്ങുന്നത്. വിഷുവിന് വിളവെടുക്കുന്നതിനായി കണിവെള്ളരിയും തോട്ടത്തിലുണ്ട്. പൂർണ്ണമായി ജൈവവളത്തിലാണ് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ വിൽക്കുവാൻ വിപണനശാലകളില്ലാത്തതും ഇവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ മുള്ളൻ പന്നികളുടെ ആക്രമണങ്ങളിൽ കൃഷി നശിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പ്രതിരോധിച്ച് മുന്നേറുകയാണ് പാടൂർ കൃഷിക്കൂട്ടായ്മ. കൂട്ടായ്മ പ്രസിഡന്റ് PV അലിയും സ്ഥല ഉടമ ഷംസുദ്ദീൻ മരക്കാറും എല്ലാ ദിവസവും വന്ന് കൃഷി പുരോഗതി വിലയിരുത്തിയിരുന്നു. ഇപ്രാവശ്യം റംസാനോട് കൂടിയിട്ട് അതിൻ്റെ വിളവെടുക്കാൻ വേണ്ടി കിരണും തണ്ണിമത്തനും ഞങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാക്കി. അതിന് നല്ല ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. ഇപ്രാവശ്യം അത് വളരെ ഭംഗിയായിട്ട് പോയി. ഇപ്പോൾ അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു വലിയൊരു പരീക്ഷണം കൂടെയാണ് നടത്തിയത്. ആ പരീക്ഷണം നല്ല വിജയമാണ്. തീർച്ചയായും ഇത് അടുത്ത റംസാനോട് കൂടിയിട്ട് അല്ലെങ്കിൽ അടുത്ത റംസാൻ കാലത്തോ അല്ലെങ്കിൽ കൂടുതൽ ചൂടുണ്ടാവുന്ന കാലത്തോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് അതിന് അർഹമായ രീതിയിൽ ഒരു വിളവെടുപ്പ് എടുക്കുകയും ഞങ്ങളത് മറ്റുള്ളവർക്കൊരു മാതൃകയാക്കിയിട്ട് നമ്മുടെ നാട്ടിലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുണമാവും, പൂർണ്ണമായി വിജയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടാക്കി. കൂടാതെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയും ഇവരുടെ സഹായത്തിനായുണ്ട്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെയും ഏറ്റവും നല്ല കൃഷി കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് കൂട്ടായ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര താനം സ്വദേശി 38 വയസ്സുള്ള വിവേകാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും നൽകുന്നതിനായി പെരിങ്ങോട്ടുകരയിലെ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയും തടയാനായി എത്തിയ പിതാവിനെ ചവിട്ടി വീഴ്ത്തി കുട്ടിയെ ബലമായി പിടിച്ച് തട്ടിക്കൊണ്ടുപോയതിനുമാണ് കേസ്. അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതിയാണ് വിവേക്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സജു, ഷാജി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചെമ്മാപ്പള്ളി തെക്കിനിയടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്ര മഹോത്സവം ഭക്തി സാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന ശ്രീവേലിയിൽ തൃപ്രയാർ ദേവസ്വമാന അച്യുതൻകുട്ടി ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം ശങ്കരനാരായണന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. തുടർന്ന് ദേവിക്ക് പൊങ്കാല സമർപ്പണവും വൈകിട്ട് ദീപാരാധന, താലമെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് TK മനോജ്, സെക്രട്ടറി TS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് TB ബൈജു, ജോയിന്റ് സെക്രട്ടറി TR രവീന്ദ്രൻ,
ട്രഷറർ TK ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ലോക വൃക്ക ദിനം. തന്റെ സഹോദരിയുടെ മകന് വൃക്ക മാറ്റിവെക്കാനായി ധനസഹായം ആവശ്യപ്പെട്ടു വന്ന സ്ത്രീക്ക് തന്റെ സ്വന്തം വൃക്ക തന്നെ ദാനമായി നൽകിയ പുള്ളു സ്വദേശി ഷൈജു സായിറാമിനെ കുറിച്ച് ഓർക്കാത്ത ഈ ദിനം കടന്നുപോകില്ല. നന്മയുടെ പരിശുദ്ധിയുള്ള ഹൃദയമുള്ളവരും നമുക്കിടയിലുണ്ട് എന്നുള്ള അടയാളപ്പെടുത്തലാണ് ഷൈജുവിലൂടെ നാട്ടുകാർ കണ്ടത്. നന്മയുടെ പ്രതിരൂപമായ ഷൈജുവിന് വൃക്ക ദിനത്തിൽ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആദരവൊരുക്കി. തൃശൂരിൽ ബാർബറായിരുന്ന അന്തിക്കാട് സ്വദേശി സുമേഷ് ഗൾഫിലേക്ക് പോയ ശേഷം വൃക്കരോഗം പിടിപെട്ട് കലശയായിട്ടാണ് വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലേക്ക് തിരികെ വരുന്നത്. വൃക്ക മാറ്റിവെക്കാതെ മാർഗമില്ല എന്ന അവസ്ഥയായി. പണവും വേണം, വൃക്കയും വേണം. അങ്ങനെയാണ് പുള്ളിൽ സായിറാം എന്ന ബേക്കറി നടത്തുന്ന ഷൈജുവിന്റെ അടുത്ത് കാര്യങ്ങളെത്തുന്നത്. സുമേഷിന്റെ അമ്മയുടെ സഹോദരി വൃക്ക മാറ്റിവെക്കാനുള്ള ചിലവിലേക്കായി ധനസഹായം അഭ്യർത്ഥിച്ചാണ് ഷൈജുവിനെ കാണാനെത്തിയത്. പണത്തിനേക്കാളുമുപരി വൃക്ക നൽകാൻ ആളാണ് ആദ്യം വേണ്ടതെന്ന് ഷൈജു തിരിച്ചറിഞ്ഞു. പണമായിട്ടില്ല, ചേരുമെങ്കിൽ എന്റെ വൃക്ക നൽകാൻ തയ്യാറാണെന്ന് ഷൈജു തന്റെ അടുത്തെത്തിയ സ്ത്രീയോട് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഓപ്പറേഷനുള്ള തുകയും ഒരുവിധം കണ്ടെത്തി. മാസങ്ങൾക്ക് മുൻപ് ഷൈജുവിന്റെ വൃക്ക സുമേഷിന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെച്ചു. ഷൈജുവിന്റെ മാതൃകാ പ്രവർത്തനങ്ങൾക്ക് വിവിധ തുറകളിൽ നിന്ന് അഭിനന്ദന പ്രവാഹമാണ്. താന്യം പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ആൻഡോ തൊറയുടെ നേതൃത്വത്തിൽ ഷൈജു സായിറാമിനെ അനുമോദിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉപഹാരം കൈമാറി. ആശാ വർക്കർ സുശീല രാജൻ, അംഗനവാടി വർക്കർ അഞ്ജു KB, മജീദ് പൊക്കാക്കില്ലത്ത്, ദേവദാസ് കൊട്ടേക്കാട്ട്, ലില്ലി ജോസ് കൊമ്പൻ, റിജു കണക്കെന്തറ തുടങ്ങിയവർ പങ്കെടുത്തു. സുമേഷിൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് സുമേഷിൻ്റെ അമ്മേരെ അനിയത്തിന് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ടീസ് തന്നു പോയതിൻ്റെ പുറത്ത് ഞാൻ സുമേഷിനെ ആ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോഴാണ് സുമേഷിന് കിഡ്നി കിട്ടാത്തൊരു സാഹചര്യമാണ്, സർജറി മുടങ്ങിപ്പോകുന്നൊരവസ്ഥ വന്നു. അപ്പോൾ പിന്നെ അവൻ്റെ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥയും കണ്ടപ്പോൾ അവനൊരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കിഡ്നി കൊടുത്തത്. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞപ്പോൾ നമുക്ക് സർജറി കഴിഞ്ഞിട്ട് 3 മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ സുമേഷോട് നല്ല കോൺടാക്റ്റാണ്. സുമേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആത്മവിശ്വാസത്തിലും ആ സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. വേറെ ഇപ്പോൾ സുഖമാണ്, സുമേഷിന് കുഴപ്പമൊന്നുമില്ല. എല്ലാം കൊണ്ടും ഞങ്ങൾ വിളിക്കാറുണ്ട്. വേറെ സുഖമായിട്ടിരിക്കുന്നു സുമേഷ്. ചാലക്കുടി പോട്ട ആശ്രമ സിഗ്നലിൽ ഉണ്ടായ വാഹന അപകടത്തിൽ ബൈക്ക് യാത്രികൻ വെന്തു മരിച്ചു. VR-പുരം സ്വദേശി 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിനിടെ റോഡിലൂടെ നിരങ്ങി നീങ്ങിയ സ്കൂട്ടറിൽ നിന്നും ലോറിക്ക് തീ പിടിക്കുകയായിരുന്നു. കെമിക്കൽ കൊണ്ടുപോയ ലോറിക്കാണ് തീ പിടിച്ചത്. ഇതിനിടെ ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടർ ഓടിച്ചിരുന്ന അനീഷ് വെന്തു മരിക്കുകയായിരുന്നു. തുടർന്ന് ചാലക്കുടി ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞ് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഈരാറ്റുപേട്ട സ്വദേശി 24 വയസ്സുള്ള സിജോ, മധ്യപ്രദേശ് സ്വദേശി 37 വയസ്സുള്ള അഫ്തർ എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 12 മണിയോടെയാണ് അപകടമുണ്ടായത്. പന്നിത്തടം ഭാഗത്തു നിന്നും കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് കൂമ്പുഴ പാലത്തിന് സമീപത്തെ തിരിവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ജീപ്പിനും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ കുന്നംകുളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. 1443ാമത് പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം പത്രിക പ്രകാശനം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 8:30 ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ പുതുക്കാട് MLA KK രാമചന്ദ്രന് പത്രിക നൽകി പ്രകാശനം ചെയ്യും. ക്ഷേത്രം ഊരാളൻ, ക്ഷേത്രം തന്ത്രിമാർ, ദേവസ്വം ഓഫീസർമാർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി, കോർഡിനേഷൻ കമ്മിറ്റി, ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ കമ്മിറ്റി ഭാരവാഹികൾ, 27 ഘടകക്ഷേത്ര ഭാരവാഹികൾ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, വിവിധ സാംസ്കാരിക സംഘടനകളിലെ നേതാക്കളും പൊതുജനങ്ങളും പങ്കെടുക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8120 രൂപ, പവന് 64,960 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ കണ്ട ചരിത്ര നിമിഷത്തിന് 100 വയസ്സ് തികയുന്നതിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ടി.കെ. പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ, ഫർണിച്ചർ എന്നിവ വിതരണം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഊരകം ALP സ്കൂളിൽ പഠനോത്സവം 2025 സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ കെ. കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.